ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യയെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സണ്ണി അവർകൾ, തന്റെ കുടുംബം, ഈ വാത്സല്യ ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനം അരുളുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുൻവിധിയോട് ആരും ഇരിക്കരുത്. മുൻവിധിയോടിരുന്നാൽ കർത്താവിനൊന്നും നമ്മുടെ നടുവിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മാനുഷികമായി ഒരു ദൂത് കേൾക്കാനല്ല, കർത്താവിൽ നിന്ന് ചിലത് കേൾക്കുവാൻ നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. റിജോയ്സ് മിനിസ്ട്രി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ആ ദൈവസഭയിൽ നടന്ന മീറ്റിങ്ങുകളിൽ ദൈവദിനം സംസാരിപ്പാൻ എനിക്ക് അവസരങ്ങളെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവം തന്ന നല്ല അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ സണ്ണി പാസ്റ്ററോടും കർത്താവിന്റെ ദാസന്മാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു തിരുവചന ഭാഗം വളരെ വേഗത്തിലൊന്ന് വായിക്കാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ ഒന്ന് തുറക്കണം. ലെറ്റ്സ് ഓപ്പൺ അവർ ബൈബിൾ. Gospel of Mark chapter 5 verse 34. സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാട്ട്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇതിനകത്ത് നിന്ന് എന്ത് സംസാരിക്കാനാണ്. പക്ഷെ ഞാന് ഒത്തിരി ദൈവവചനം ഈ ഭാഗങ്ങളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ആഴമായി എന്നെ പഠിപ്പിച്ച ചില ആത്മീയ സത്യങ്ങൾ ഈ വചനഭാഗത്തിലൂടെ നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വാക്യം തുടങ്ങുന്നത് അവൻ അവളോട്, അല്ലെ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവൻ അവളോട്. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താണ് ഈ 2 വാക്കുകളുടെ അർത്ഥം? എന്താണ് ഈ 2? അവൻ അവളോട്. ഇറ്റ്സ് എ സിമ്പിൾ, അല്ലെ? ഒരു വളരെ ലളിതമായ 2 വാക്കുകൾ, അവൻ അവളോട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് ലളിതമായ 2 വാക്കുകളല്ല, അതിലപ്പുറമായി ആഴമേറിയ ഒരു സംഭാഷണത്തിന്റെ തെളിവാണ് ഈ 2 വാക്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. അവൻ അവളോട്, ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള എന്തോ ആണ്, കമ്മ്യൂണിക്കേഷൻ അല്ലേ? ശരിയാണോ? കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2 മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ഒരു ദൂത് പറഞ്ഞു തുടങ്ങിയാണ്. മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഇന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അതെ, വാസ്തവത്തിൽ നമ്മൾ ആ വാക്യം അങ്ങനെ പറഞ്ഞു വിട്ടു, അവൻ അവളോട്. ഇനി ഞാൻ ഈ വാക്യം ഒന്നും കൂടെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണേ. ഇവിടെ അവൻ അവളോട് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ തിരുവചനം ശരിക്കും നമ്മൾ പഠിക്കണം. വേദപുസ്തകം മുഴുവനും മനുഷ്യനും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ പുസ്തകമാണ്. ഞാൻ പ്രസംഗിക്കുന്ന ഈ വേദപുസ്തകം, എന്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ സംഭാഷണത്തിന്റെ പുസ്തകമാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ അനേക പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വ്യത്യസ്തമായ ആശയങ്ങൾ കൈമാറുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവചനം
ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ സംഭാഷണത്തിന്റെ വിവരണമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിലും ഞാൻ ഈ കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണ് മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദൈവത്തിന് ഇന്നും ആഴമായി മനുഷ്യരോട് സംസാരിക്കാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ ആഴമായി പഠിച്ചാൽ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ആഴമേറിയ ഒരു സംഭാഷണത്തിന്റെ വിവരണം നമുക്ക് കാണാം. മനുഷ്യനും ദൈവവും തമ്മിൽ സംസാരിക്കുകയാണ്. എന്നാൽ മനുഷ്യനിലേക്ക് പാപം കയറിയത് നിമിത്തം എന്താണ് സംഭവിച്ചത്? മനുഷ്യനിൽ പാപം കയറുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ ആഴമേറിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യനിൽ എന്നാണോ പാപം വെളിപ്പെട്ടത്, ആ നിമിഷം മുതൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് ശക്തമായി ഇടപെട്ട ഒരു ഭാഗം പറയാം. നമ്മളെല്ലാവരും ദൈവത്തോട് സംസാരിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തോ ഉണ്ട്. അത് കേൾക്കാൻ ആര് തയ്യാറാകുന്നു, അവരുടെ മേലാണ് ദൈവത്തിന്റെ വിടുതലുകൾ ഇന്ന് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ അവൻ അവളോട് എന്ന് പറഞ്ഞ ആ വാക്യം നമ്മൾ ഒന്നും കൂടെ ആഴമായി ശ്രദ്ധിച്ചാൽ, ഇതിനു മുമ്പ് ഈ സഹോദരി പലരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തിന്റെ ഒരു പരാജയം ഞാൻ വേഗത്തിലൊന്ന് വിശദീകരിക്കാം. ഇന്ന് നമ്മുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വെറുതെ ഒരു പ്രസംഗം പ്രസംഗിച്ച് ഇതിനകത്ത് നിന്ന് സ്തോത്രം എക്സിറ്റ് ആകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. പുറമെ ഭാര്യയും ഭർത്താവും എന്നൊക്കെ ഉള്ളൊരു ബന്ധമുണ്ടെങ്കിലും ആഴമേറിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് നമ്മുടെ വീടുകളിൽ ഇല്ല. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, ഞാൻ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് തിരക്കുകൾ കൂടി. എനിക്ക് പ്രത്യേകിച്ച് ഖത്തറിലുള്ള ദൈവമക്കളെ അറിയാം. ഒരു തിരക്കേറിയ പട്ടണത്തിൽ ജോലിയോടൊക്കെ ഉള്ള ബന്ധത്തിലാണ് നിങ്ങൾ എല്ലാവരും അവിടെ ആയിരിക്കുന്നത്. തിരക്കോടുകൂടെയുള്ള യാത്രയാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, നാം ഒരുമിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഇന്ന് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ന് പല പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയും. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എന്നോട് ശക്തമായി ഇടപെടുകയാണ്. ഈ പ്രാർത്ഥന ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആഴമേറിയ ഒരു ദൈവിക വിടുതൽ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മള് വിവാഹ നാളിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, വിവാഹത്തിന് തൊട്ടുമുമ്പുള്ള കാലങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കേ, എന്നാ സംസാരമായിരുന്നല്ലേ. എത്ര മണിക്കൂറുകൾ നമ്മൾ ഇരിക്കും, ചാറ്റ് ചെയ്യും അല്ലെ. ഞാൻ എന്റെ വിവാഹം നടക്കുന്ന 2012 നിങ്ങളെ പോലെ വിദേശത്ത് ജനിച്ച ഒരു പെൺകുട്ടിയെ, എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ സ്തോത്രം, കർത്താവ് ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്തോത്രം, വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷം 3 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കുന്നത്. കണ്ട നാൾ മുതൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓപ്പൺലി പറയട്ടെ, 3 മാസം ഞങ്ങൾ സംസാരിച്ചു. എത്ര മനോഹരമായ ആഴമേറിയ സംസാരമായിരുന്നു ഞങ്ങളുടെ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പിന്നെ ശുശ്രൂഷയിലേക്ക് ആയി, പാസ്റ്ററായി, ആത്മീയ ശുശ്രൂഷയുടെ ഒരു ഭാഗത്തിലേക്കൊക്കെ കടന്നു. ഇന്ന് ഭയങ്കര തിരക്കാണ്. ഞാൻ എന്നെയും കൂടെ സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവളോട് അമിസ്തോത്രം ഭയങ്കര തിരക്കോടുകൂടെ യാത്ര ചെയ്ത ഒരാള് എന്നോട് ക്ഷമിക്കണം, ഞാൻ വളരെ താഴ്മയോടെ പറയുന്നത്. അമിസ്തോത്രം ഇതിന്റെ ഇടയ്ക്കൊക്കെ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ ഇരുന്ന് ആത്മാർത്ഥമായി സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ പോയ സമയങ്ങൾ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ശക്തമായി പറയുകയാണ്, കമ്മ്യൂണിക്കേഷനുകൾ മുറിഞ്ഞു പോകുന്ന ഈ കാലത്തിൽ എന്റെ ദൈവത്തിന് കമ്മ്യൂണിക്കേഷനെ റീസ്റ്റോർ ചെയ്യാൻ പദ്ധതിയുണ്ട്. ഈ ഇന്നത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുകയാണ്. വേറെ ഒന്നും ഇന്ന് രാത്രി സംഭവിച്ചില്ലേലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള കമ്മ്യൂണിക്കേഷനുകൾ റീസ്റ്റോർ ആയില്ലെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്
ശക്തമായി ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ. ഇനി രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ തലമുറകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. വേഗത്തിൽ ഞാൻ പറയാം. എന്നോട് ഇതൊരു സൈക്കോളജിക്കൽ, ഒരു ഫാമിലി ഓറിയന്റഡ് ആയ ഒരു സെമിനാറിലോ ഒന്നുമല്ല ഞാൻ സംസാരിക്കും, ഒരു കൗൺസിലിംഗ് സെഷൻ അല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ മാതാപിതാക്കളും അതേപോലെ കുഞ്ഞുങ്ങളും തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോ. നമ്മള് ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയാം, 9 മാസം വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അമ്മ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈസ് ഇറ്റ് ട്രൂ? ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൻ അത്രയും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴെങ്കിലും വയറ്റിലെങ്കിലും ഒന്ന് തൊട്ട് മോനെ ഡാ ഞാൻ ഇവിടെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കുഞ്ഞ് ഡെലിവറി ആയതിനു ശേഷമുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ? അവന് സംസാരിക്കാൻ ഒന്നും അറിയത്തില്ലെങ്കിലും ഈ എന്നാ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലേ? അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവനെ വാവ പറഞ്ഞല്ലേ എന്നാക്കിയ നമ്മൾ പറഞ്ഞേ. പക്ഷെ അവന്റെ ഗ്രോത്തിന്റെ സ്റ്റേജൊക്കെ അങ്ങോട്ട് മാറി, നമ്മളും അവനും ഒക്കെ ഒരു ബിസി വേൾഡിലോട്ട് അങ്ങ് മാറി അല്ലെ. ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള കാര്യം എന്നാണെന്നറിയാമോ? ആ കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉപവാസം ആവശ്യമാണ്, നമുക്ക് ആരാധന ആവശ്യമാണ്, നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പക്ഷേ എന്നോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നത്, നമ്മുടെ തലമുറകളിൽ എവിടെയൊക്കെയോ പരാജയങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് തന്ന തലമുറകളോട് ചേർന്ന് അവരോട് ആഴമായി ഒന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിംഗ് ആയി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളുമായി ടൈം കണ്ടെത്തണം. നമ്മള് സ്കൂളിൽ നിന്ന് വന്നു, 2 ആൺപിള്ളേരാണ് എനിക്കുള്ളത്. മൂത്തവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ സ്കൂളിൽ നിന്ന് വന്നാൽ അപ്പ ബിസിയാണ്. ഞാൻ പറയട്ടെ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ യാത്രകളും ശുശ്രൂഷകളും ചർച്ചും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, സഭയുടെ പല ഉത്തരവാദിത്തങ്ങൾ. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്റർ, അതുകൊണ്ട് അല്ലാത്ത കുറച്ച് ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ അപ്പായെ കാണത്തില്ല. അതിനുശേഷം അവൻ കാണുന്ന രാത്രി യോഗങ്ങളൊക്കെ കഴിഞ്ഞ്, ഇന്ന് രാത്രി ഇവിടെ ഡേറ്റ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ മോനോട് സംസാരിക്കാൻ പറ്റത്തില്ല. തിരിച്ചു വരുമ്പോ രാവിലെ അവൻ എഴുന്നേറ്റ് അവൻ സ്കൂളിലേക്ക് പോകും. ഞാനും എന്റെ കുഞ്ഞും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എത്രയുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയാം, എന്റെ ജോലിയേക്കാൾ വലുത്, എന്റെ പ്രൊഫഷനേക്കാൾ വലുത്, എന്റെ സമ്പത്തിനേക്കാൾ വലുത് ദൈവം തന്ന കുടുംബത്തിനകത്ത് ആഴമേറിയ കമ്മ്യൂണിക്കേഷൻ വെളിപ്പെടാൻ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്ന നിയോഗം മറ്റൊന്നുമല്ല. എന്നോട് കർത്താവ് ശക്തമായി പറഞ്ഞു, മോനെ നീ വേറെ ഒന്നും പ്രസംഗിക്കണ്ട, ഇതിനകത്ത് ഹാലേലൂയ ചില കമ്മ്യൂണിക്കേഷനുകളെ ഞാൻ റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങൾ സൂമിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവളെ ചേർത്ത് പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞ്, ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു, എനിക്ക് നിന്നോട് ചേർന്ന് കുറച്ച് സമയം ഇരുന്ന് ഐ വാണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന ആഴമേറിയ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഞാനും നിങ്ങളും വന്നാലുണ്ടല്ലോ, ഇന്ന് രാത്രി ഞാൻ പറയാം, പൈശാചിക ലോകം അവൻ പല നിലകളിൽ തകർക്കാൻ നോക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഇന്ന് രാത്രി റീസ്റ്റോർ ചെയ്യാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹൗ മെനി ഓഫ് യു ബിലീവ് ഇൻ ദിസ് നൈറ്റ്? ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ട്, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, കമ്മ്യൂണിക്കേഷനെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ കൂട്ടായ്മയിൽ കർത്താവ് അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആമേൻ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഫാമിലി, ഇപ്പൊ എല്ലാവരും ഫാമിലി അവിടെ വേണമെന്നില്ല. പക്ഷെ ഇന്ന് നാട്ടിലായിരിക്കുന്ന ഫാമിലിക്ക് ഹസ്ബൻഡിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. യുനോ, എല്ലാ ഡിവൈസും ഉണ്ട്. ഞാൻ പറയാം, IMI ഉണ്ട്, ബോട്ടിം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും യുനോ ദ കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഗൾഫിലുള്ള മലയാളികളിൽ ഭയങ്കരമായ വിഷാദ രോഗത്തിന്റെ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, പലരും ഹൃദയം പൊട്ടി അവിടെ ജീവിതം അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ അല്പം കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകണം. ഒരാമൻ പറയാമോ ദൈവമക്കളെ? ഇനി മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ, ഇത് ഞാൻ ഫാമിലിയുള്ള കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ, ഇനി നമ്മൾ സഹോദരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കിക്കേ. നമ്മുടെ സിബിലിങ്സ്, എല്ലാവർക്കും സിബിലിങ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ഒരു കാലത്ത് ഉണ്ടും കളിച്ചും അല്ലെ, നമ്മുടെയൊക്കെ സഹോദരങ്ങൾ അല്ലെ, ഒരുമിച്ച് കളിച്ചു വളർന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, നമ്മുടെ ആ പുറകിലോട്ടുള്ള മെമ്മറീസ് ഒന്ന് നോക്കിക്കേ.
ഒരു കാലത്ത് എന്തോ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് കുടുംബമായി നമ്മൾ എന്താ പറയുന്ന ഒരു മൈക്രോ ഫാമിലിയിലേക്ക് നമ്മൾ എല്ലാവരും ഒന്ന് മാറി എന്നുള്ളത് ശരിയാണെങ്കിലും ഞാൻ പറയാം സഹോദരങ്ങളെ, എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത്. അവർ രണ്ടുപേരും വിദേശ രാജ്യത്താണ്. ഞാൻ പറയേണ്ട ദൈവമക്കളെ, ഇപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം എന്താണെന്നറിയാമോ? എന്റെ കുഞ്ഞ് അനിയത്തിമാരോട് എനിക്ക് ഇപ്പോഴും പഴയതുപോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, നമ്മളെ അപ്പനെയും അമ്മയും വിട്ടു എന്നൊക്കെ പറയുമ്പോഴും ദേ ആർ അവർ ഓൺ, എന്താ പറയുന്നത്, നമുക്ക് അവരെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ പറയാം, മിണ്ടാതിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് വളരെ സങ്കടം. വസ്തുവിന്റെ പേരില്, വീടിന്റെ പേരില്, മതിലിന്റെ പേരിലൊക്കെ ബന്ധങ്ങൾ ഉടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ്. ഞാൻ ഇന്ന് രാത്രി പറയുന്ന ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം ദൈവത്തിനും നന്നായിട്ട് അറിയാം. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചില പ്രിയപ്പെട്ടവർ ചില സഹോദരങ്ങളോട് സംസാരിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവരൊക്കെ കടന്നു പോകുന്ന ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, മാനസിക പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ശാരീരിക തളർച്ചകളുണ്ട്, മറ്റു പല പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ബിസിനസ്സിനകത്ത് സ്റ്റേബിളായി അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ വിളിച്ച ഒരൊറ്റ വാക്ക്, മോനെ എടാ നീ എവിടെയാടാ, നോക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ കളിച്ചും അടിച്ചുമൊക്കെ വളർന്ന സഹോദരങ്ങൾ തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്ന ഈ കാലത്ത് എന്റെ ദൈവം ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ദൈവം തന്ന സഹോദരങ്ങൾ അവർ എത്ര വലുതായാലും അവരെ ജസ്റ്റ് ഒന്ന് എടി മോളെ നീ എവിടെയാണ്, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള കർത്താവിന്റെ സ്നേഹം ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. എത്ര പേര് ഇന്ന് രാത്രി സന്തോഷത്തോടെ അത് സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനിയും ഞാൻ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാം. ഇന്ന് കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോയി അല്ലേ? കുറഞ്ഞു പോയിട്ടുണ്ടോ? ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്. ഞാനത് ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്, അത് ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. ഈവൻ ചർച്ചിലൊക്കെ വന്നാല് എന്നോട് പിണങ്ങരുത്, ഇഷ്ടമുള്ളവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ചർച്ചിൽ വരുന്ന എല്ലാവരോടും നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുമോ? ഇനിയിപ്പോ എല്ലാവരോടും ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഹലോ, ഹൗ ആർ യു, എന്നാ ഉണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ ദൈവമക്കളെ? ഞാൻ പറയാം, നമ്മുടെ ചർച്ചസിലൊക്കെ വരുന്നത്, ഞാനും കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചിലാണ് ഞാനിപ്പോൾ. അറൗണ്ട് ഒരു 150 ഉള്ളിൽ ആൾക്കാർ നമ്മുടെ ചർച്ചിൽ ഇപ്പോൾ ആരാധനയ്ക്കുണ്ട്. യങ്സ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ ചർച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ധൃതി പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. നിങ്ങൾക്കറിയാം, നാട്ടിലെ ഒരു സെറ്റപ്പ് അനുസരിച്ച് എല്ലാവരും ആശീർവാദം പറയുന്നതിന് മുമ്പേ അവർ വീട്ടിലെത്തിയിരിക്കും. ഞാൻ പറയും, നോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചർച്ചിന്റെ കമ്മ്യൂണിക്കേഷൻ, ചർച്ചിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആരാധനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഹൃദയം തുറന്ന് അന്യോന്യം ഒന്ന് സംസാരിക്കാൻ തയ്യാറായാൽ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, നമ്മുടെ ചർച്ചിനകത്ത് അടുത്ത ആഴ്ച ചിലരും കൂടെ വരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ മനസ്സ് നമ്മുടെ മുമ്പിൽ അവർ തുറക്കുമ്പോൾ കേവലം അവരുടെ വിഷയങ്ങൾ മാത്രമല്ല നമ്മളോട് പറയുന്നത്, അത് കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ദൈവസഭകളിൽ നടക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആരും ഓടിപ്പോകരുത്. നമുക്ക് ടൈമില്ലെന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് അങ്കിൾ ഹൗ ആർ യു, എന്നാ ഉണ്ട് ആന്റി എന്നൊക്കെ ഒന്ന് ചോദിച്ച് അവരെ ഒന്ന് തട്ടി ഹഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹഗ് ചെയ്ത് ഐ ലവ് യു എന്നൊക്കെ ഒന്ന് പറഞ്ഞ്, മറ്റു രീതിയിൽ ഒന്നും എടുക്കണ്ട. ആന്റി എന്നാ ഉണ്ട് വിശേഷം, മോൻ എങ്ങനെയുണ്ട്, ഡോണ്ട് വറി വി ആർ പ്രേയിങ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയാം, ദൈവസഭകളിൽ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? ദൈവമക്കളെ, നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു മെസ്സേജ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഗോഡ് ഈസ് ടെല്ലിങ് മീ, ഇന്ന് രാത്രി ദൈവം എന്നോട് ശക്തമായി പറയുന്നു, നമുക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കേവലം ആരാധനയും ദൈവവചനവും ശുശ്രൂഷകളും മാത്രമല്ല, ആരൊക്കെ മുറിഞ്ഞ് പലയിടങ്ങളിൽ ഇരിക്കുന്നു അവരെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത് യു ഹാവ് ടു അവരോട് നമ്മൾ സംസാരിച്ചേ മതിയാകത്തുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ വിഷയത്തിലേക്ക് വരിക. ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വചനവുമായി ചേർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുകയാണ്. ഈ സഹോദരി, നമ്മൾ ഇന്ന് രാത്രി വായിച്ച് കേട്ട വചനത്തിലെ ആ സഹോദരി, ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ തകർച്ചയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവള്
ഇവിടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തകർച്ച എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാം 12 വർഷമായി എന്തോ ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എന്തോ ആയിരുന്നു പ്രശ്നം? രക്തസ്രാവം ബാധിച്ച് ഒത്തിരി വൈദ്യന്മാരെ കണ്ടു. പക്ഷേ എല്ലാം ചെയ്തിട്ടും ഒട്ടും ഭേദം വരാതെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ സഹോദരി ആയിരിക്കുന്നത്. ഞാൻ ഈ സഹോദരിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിക്കേഷൻ എന്ന ആ വിഷയവുമായി ചേർത്ത് ഞാൻ ഈ സഹോദരി ഒന്ന് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരും. വാസ്തവത്തിൽ ഈ സഹോദരിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? ഞാൻ പറയാം. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇവൾക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ അതെന്താ അതിന്റെ തെളിവ് ഞാൻ പറയാം. നമുക്കറിയാം, ന്യായപ്രമാണ പ്രകാരം ഇവൾക്ക് ആലയത്തിൽ വരാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? നിഷേധിക്കപ്പെട്ടു. ഇസ് ഇറ്റ് ട്രൂ? ഞാൻ പറയുന്നത് ശരിയാണോ? യെസ്. എന്തുകൊണ്ടാ? വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 15-ാം അധ്യായം, ഞാൻ വാക്യങ്ങൾ ഒന്നും എടുത്ത് വായിപ്പിക്കുന്നില്ല, വിഷയം കാരണം 45 മിനിറ്റ്സിനുള്ളിൽ ആ പ്രധാന സന്ദേശം കൈമാറുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. അന്നേരം ഈ ലേവ്യ പുസ്തകം 15-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ ഇങ്ങനെ അസുഖമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുള്ള ഒരു വ്യക്തി വേദപുസ്തകത്തിൽ പഴയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണം ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? അശുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അശുദ്ധയായി പ്രഖ്യാപിച്ചത് നിമിത്തം ഇവൾക്ക് എവിടെ വരാൻ പറ്റത്തില്ല? ആലയത്തിനകത്ത് വരാൻ കഴിയില്ല. ഈ ആലയത്തിൽ വരാൻ കഴിയില്ല എന്നതിനേക്കാൾ ദൈവ സന്നിധിയിലേക്ക് ഇവൾക്ക് എത്താൻ കഴിയുന്നില്ല. ബിക്കോസ് ഇവളെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇവൾ ആരാണ്? ഇവൾ അശുദ്ധയാണ്. അന്നേരം ഈ അശുദ്ധ എന്ന് പ്രഖ്യാപിച്ച ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം എന്ത് ചെയ്തു? മുറിഞ്ഞുപോയി. ഒരു നല്ലൊരു ആമേൻ പറഞ്ഞ ദൈവമക്കളെ. വാസ്തവത്തിൽ ഇവിടെ യേശു ഇവളോട് സംസാരിക്കും. അവൻ അവളോടെന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഒരാളും സംസാരിച്ചതുപോലെയല്ല യേശു ഇവളോട് സംസാരിക്കുന്നത്. കാരണം ഇന്നലെ മുറിഞ്ഞുപോയ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് സ്തോത്രം യേശു അവിടെ റീസ്റ്റോർ ചെയ്യുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. സമയപരിധി എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി ആരും സംസാരിക്കുന്നത് പോലെയല്ല യേശു നമ്മോട് സംസാരിക്കുന്നത്. മുറിഞ്ഞുപോയ ആ കമ്മ്യൂണിക്കേഷനെ ഇന്ന് രാത്രി കർത്താവ് റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഒന്നാമത്തെ ഇവിടെ ജീവിതത്തിലെ നഷ്ടം, ദൈവവുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയി പോയി. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ റീസൺ ഞാൻ പറയാം. ദൈവവും ഇവളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു എന്നതിന്റെ തെളിവ് ന്യായപ്രമാണം പറയുന്ന അശുദ്ധ എന്ന പ്രഖ്യാപനമാണെങ്കിൽ, രണ്ടാമത്തെ വിഷയം, ഇവള് 12 വർഷമായി ഇവൾ കടക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? നമ്മള് നോക്കുമ്പോൾ അവള് എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവളെ ഒരു റൂമിനകത്ത് എന്ത് ചെയ്തിരിക്കുക? അടച്ചിട്ടിരിക്കുക. കാരണം എന്നാണെന്നറിയാമോ? ഇവൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൾ ആരുമായിട്ടെങ്കിലും ഇന്ററാക്ട് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികളും ന്യായപ്രമാണ പ്രകാരം എന്തായി മാറും? അശുദ്ധയായി മാറും. നിങ്ങൾ വേറെ ഒരു അർത്ഥത്തിൽ അത് എടുക്കരുത്, റോങ് ആയിട്ട് അതിനെ എടുക്കരുത്. കാരണം ഇവൾക്ക് ഡോറ് തുറക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? ഡോറ് തുറന്നാൽ എന്തോ സംഭവിക്കും? തൊടുന്നത് എന്താ? അശുദ്ധമാണ്. ഇരിക്കുന്ന സ്ഥലം അശുദ്ധമാണ്. എവിടെ ഇവള് തൊട്ടാൽ എന്താണ്? ദൈവമക്കളെ, ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ അശുദ്ധമാണ്. അതുകൊണ്ട് ഇവക്ക് റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയാതെ ഇവളുടെ സകല ബന്ധങ്ങളും എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോൾ മുറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു കാര്യം വിവേചിച്ചുകൊണ്ട് പറയാം. പുറമെ എല്ലാവരുമായി സംസാരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു പോയി ഉള്ളറയിലേക്ക് കയറിയ ചിലര് എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി സ്വർഗം പറയുക, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ നീ വലിഞ്ഞകത്തേക്ക് പോയ നിന്റെ ആ ഒരു ബന്ധത്തെ ഇന്ന് രാത്രി സ്വർഗം ബ്രേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അന്നേരം അവളും അവളുടെ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്തു? ബ്രേക്ക് ആയി പോയി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഓപ്പൺലി ഞാൻ പറയാം, നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു, നമ്മളൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ ഒത്തിരി ഉൾവലിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ആരോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു,
സ്വർഗീയ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ സ്വർഗത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? അവിടെ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിന്റെ വെളിപ്പാട് ഞാൻ പറയാം. അവൻ ദൂതന്മാർ സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, അവൻ രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി സ്വർഗത്തിൽ ആരാധന നടക്കുമ്പോൾ അവൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യു ആർ ഹോളി, യു ആർ ഹോളി എന്ന് പറഞ്ഞാൽ അവർ ഹോളി എന്നല്ല, ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ ആർത്തുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേവലം വചനമായി മാത്രം ഇതിനെ എടുക്കാതെ ഉൾവലിഞ്ഞ് അകത്തേക്ക് പോയി ബന്ധങ്ങൾ മുറിഞ്ഞു പോയ ചിലത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ നമ്മുടെ മധ്യേ പരിശുദ്ധാത്മാവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്നവരത് കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തെ അവൾക്ക് ബ്രേക്ക് ആയ ഒരു അനുഭവം കൂടെ പറയാം, എന്നിട്ട് വിഷയത്തിലേക്ക് ഞാൻ വരാം. പെട്ടെന്ന് എന്റെ കൂടെ വരണേ. മൂന്നാമത്, ഇവൾക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ആയിപ്പോയി. ഞാൻ നേരത്തെ അതൊന്ന് സൂചിപ്പിച്ചു. ഇവൾ എവിടെയെങ്കിലും ഇരുന്നാൽ എന്തോ സംഭവിക്കും. നിങ്ങളത് പറയേ, എന്താണ്? ഇവൾ എവിടെയെങ്കിലും ഇരുന്നാൽ എന്താണ്? ആ പ്ലേസ് എന്താണ്? അശുദ്ധമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യെസ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം ഇവൾ ഇരിക്കുന്ന സ്ഥലം മുഴുവനും എന്താണ്? അശുദ്ധമാണ്. നോക്കിക്കേ, ദൈവമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ആയിപ്പോയി, മനുഷ്യനോടുള്ള അവളുടെ ബന്ധം ബ്രേക്ക് ആയിപ്പോയി. എന്നാൽ മൂന്നാമത്തെ, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അവൾക്ക് ബ്രേക്ക് ആയിപ്പോയി. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ അതിനെ അങ്ങനെ കാണരുത്. അതിലും ആഴമേറിയ ഒരു തകർച്ചയിലൂടെയാണ് ഇവൾ കടന്നുപോയത്. എന്നാൽ യേശു ഇവളോട് സംസാരിക്കുമ്പോൾ അവക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ, ആ നഷ്ടപ്പെട്ടത് മുഴുവനും ആ ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ അകത്തൂടെ കർത്താവ് തിരികെ കൊടുത്തു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? യേശു ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഓൺലി ഫ്യൂ വേർഡ്സ്. അവൻ അവളോട് എന്ന് പറഞ്ഞ ഒരു പദത്തിന്റെ എക്സ്പ്ലനേഷൻ ഈ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ചരിത്രത്തെ മാറ്റി എഴുതി. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. യേശു പറഞ്ഞ ഒരൊറ്റ വാക്ക് മതി എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളും ചേഞ്ച് ചെയ്യാൻ. ഇന്ന് രാത്രി പ്രിയ സണ്ണിപ്പാസ്റ്റർ, എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചില വിഷയങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എഴുതി വെക്കാമോ? ഈ മീറ്റിംഗും ഇന്നത്തെ മെസ്സേജും ചേർത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഇഫ് യു വാണ്ട് ടു റൈറ്റ്, ഈ ദൂതൊന്ന് എഴുതി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകളായി വർഷങ്ങളായി കടക്കുന്ന ചില വിഷയങ്ങളുടെ ദൈവം സംസാരിക്കാൻ പോവുകയാണ്. ഐ ബിലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, കേവലം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തുകയല്ല. ഈ രാത്രി എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിശ്ചലമായി കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ വരികയാണ്. യേശു എന്തിനോടാണ് സംസാരിച്ചത്? നമുക്ക് വേഗത്തിൽ നോക്കാം. യേശു ഇവിടെ അവളെ വിളിക്കുകയാണ് മകളെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ മകളെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ മകളെ. ഈ മകളെ എന്ന് നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ വളരെ ലളിതമായി അതങ്ങ് വായിച്ചു വിട്ടു. പക്ഷെ യേശു മകളെ എന്ന് വിളിച്ചത് ഒരു സാധാ വിളിയല്ല. ദാറ്റ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ. മകളെ എന്ന് വിളിച്ചത് വെറുതെ അല്ല വിളിച്ചത്. ഞാനത് പറയാം. ഇവളെ ലോകം വിളിച്ച ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച ആ വാക്യത്തിന്റെ തൊട്ടു മുകളിൽ നമുക്ക് കാണാൻ കഴിയും 25ാമത്തെ വാക്യം. ഞാനത് വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, പല വൈദ്യന്മാരും. ശ്രദ്ധിക്കണേ, അന്നേരം അവളുടെ പേരിന്റെ കൂടെ എന്തോ കൂടെ എഴുതി വെച്ചിരിക്കാം. ഒന്ന് പറയാമോ? ഒരു രോഗത്തിന്റെ പേരും കൂടെ എഴുതി വെച്ചിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. അവളുടെ പേരിന്റെ കൂടെ ഒരു രോഗവും കൂടെ ചേർത്തിരിക്കുക. ഞാനിത് പറയുമ്പോൾ ഇതിനെ രോഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്ന് എനിക്കറിയാം. കാരണം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പതിവാണ്. പക്ഷെ ഇത് നോർമൽ അല്ല,
ഇത് അബ്നോർമലായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവളുടെ പേരിന്റെ കൂടെ 12 വർഷമായി ഒരു കാര്യം എഴുതി അങ്ങ് പിടിപ്പിച്ചിരിക്കുക. ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്, നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്ന പേരിന്റെ കൂടെ ചില പേരുകൾ സാത്താൻ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ഡിവൈസിലേക്ക് കയറിയപ്പോൾ ഞാനിവിടെ മെസ്സേജിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് പവർ പോയി വളരെ പ്രയാസത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് മൊത്തത്തിൽ പ്രയാസമാകൂല. അതുകൊണ്ട് എൻ്റെ പേര് പോലും എനിക്ക് ഡിവൈസിനകത്ത് ടൈപ്പ് ചെയ്യാൻ പോലുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. ഞാൻ പറയട്ടെ, ദൈവം തന്ന പേരിന്റെ കൂടെ പിശാച് എഴുതാൻ ശ്രമിക്കുന്ന ചില പേരുകളുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. ഞാൻ അതെന്താന്ന് തിരുവചന വെളിപ്പാടിലൂടെ വേഗത്തിലൊന്ന് പറയാം. സ്തോത്രം. പുതിയ നിയമത്തിൽ സക്കറിയാവ് എലിശബത്ത് എന്ന കുടുംബത്തിനകത്ത് എലിശബത്തിന്റെ പേരിന്റെ കൂടെ എന്നാ എഴുതിയെന്നറിയാമോ? ഞാൻ വാക്യം ഒന്നും എഴുപ്പിക്കാത്തത് വളരെ പരിമിതമായ ഒരു സമയമായതുകൊണ്ട് ആ പ്രധാന കാതലായ വിഷയം പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് എലിശബത്തിന്റെ പേരിന്റെ കൂടെ എന്തോ എഴുതിയിരിക്കുന്നത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മച്ചി എന്ന. വേദപുസ്തകം എഴുതിയ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസും പരിശുദ്ധാത്മാവിൽ ഈ ഭാഗങ്ങൾ എഴുതുമ്പോഴും അവളുടെ പേരിന്റെ കൂടെ എന്തോ എഴുതി വെച്ചേ? മച്ചി. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പേരിന്റെ കൂടെ എന്തോ എഴുതി വെച്ച. എലിശബത്ത് ആരായിരുന്നു? മച്ചിയായിരുന്നു. എന്റെ ചോദ്യം, എലിശബത്ത് മച്ചിയാണോ? ഞാൻ പറയും ലോകപ്രകാരം മച്ചിയ, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ ഇവൾ ആരല്ല? മച്ചിയല്ല. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ ദൈവമക്കളെ, ലോകത്തിന്റെ കണ്ണിൽ എലിശബത്ത് ആരാണ്? മച്ചിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്റെ കൂടെ വരണേ. ദൈവം നോക്കുമ്പോൾ എലിശബത്തിന്റെ ഉദരത്തിൽ എന്തുണ്ട്? ആരുണ്ട്? ഒന്ന് പറയാമോ? എലിശബത്തിന്റെ ഉദരത്തിൽ ആരുണ്ട്? ഞാൻ വിശ്വസിക്കുന്ന യോഹന്നാൻ ഉണ്ട്. കാരണം യോഹന്നാൻ ജനിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ 9 മാസം വേണം. പക്ഷേ ദൈവത്തിന്റെ മുൻ നിർണയത്തിനകത്ത് ആര് കിടപ്പുണ്ട്? ആര് കിടപ്പുണ്ട്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആര് കിടപ്പുണ്ട്? അവേ യോഹന്നാൻ കിടപ്പുണ്ട്. ഞാനൊരു ദൂത് പറയട്ടെ, ലോകം പറയുന്നതല്ല ഞാൻ. കാരണം എന്റെ ഉള്ളിൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളോടും പറയാം, ലോകം എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പറയണം, ലോകം പറയുന്നതല്ല ഞാൻ, എന്റെ ദൈവം പറയുന്നതാണ് ഞാൻ. കാരണം എന്റെ ഉള്ളിൽ ഞാൻ കാണാതെ എന്നിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അവൻ കാണാൻ എന്റെ ബാഹ്യ കണ്ണുകൾക്ക് കഴിയുന്നില്ലെങ്കിലും എന്റെ ദൈവം കാണുന്നത് ദൈവത്തിന്റെ സ്വപ്ന പദ്ധതികളിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ യോഗത്തിൽ വന്നിരിക്കുന്ന സകല ദൈവമക്കളോടും പറയാം, ഇപ്പോൾ കാണുന്ന സാഹചര്യത്തെ കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം കാണുന്ന കണ്ണും മനുഷ്യൻ കാണുന്ന കണ്ണും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ രാത്രി പ്രിയ സണ്ണി പാസ്റ്ററെ, എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഈ ജനത്തോട് ദൂത് പറയാൻ പറയുന്നു. ഇവിടെ ഇരിക്കുന്ന പല ജീവിതങ്ങളും ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഇതാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന പോലും അത് വിശ്വാസമില്ലാത്ത പ്രാർത്ഥനകളായി അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 2024 തീരാൻ ചില മണിക്കൂറുകളും ദിവസങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ. എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാക്ക് മാറ്റിയിട്ടില്ല. കാരണം എന്റെ ദൈവത്തിന് അത് മാറ്റാൻ കഴിയത്തില്ല. കാരണം അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് ആ വാക്ക് അവന് മാറ്റാൻ കഴിയത്തില്ല. ഒരു നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാനൊരു പ്രോമിസ് ഒന്ന് പറയട്ടെ, നമ്മുടെ ഉള്ളിലെല്ലാം ദൈവത്തിന്റെ ബിഗ് പ്ലാൻസ് ഇട്ടിട്ടുണ്ട്. ഹലോ, നമ്മൾ നോക്കുമ്പോൾ അറ്റ് പ്രസന്റ് വി ആർ ഇൻ ഖത്തർ, ബട്ട് ഐ വിൽ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ പ്ലാൻ നമ്മൾ ചിന്തിക്കുന്നതിന് മുകളിലാണ്. ഒരാമയും പറയാം, ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ടൊന്ന് ബ്ലസ് ചെയ്തെന്ന് പറഞ്ഞാട്ട് അവര് ദൈവം, ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര ബ്ലസ്ഡ് ആണെന്നറിയാമോ?
എനിക്ക് അവരെ കാണുമ്പോൾ ഞാൻ പറയാം, ഈ തലമുറയിൽ കർത്താവിന്റെ അഭിഷേകത്തിന്റെ മാൻഡിൽ പിടിക്കേണ്ട പലരും അതിനകത്ത് ഇരിപ്പുണ്ട്. പ്രവാചകന്മാർ ഇരിപ്പുണ്ട്. ഓ ശാധാരമാനാഗതര, ചുമ്മാ ആവേശം കൊള്ളിക്കാൻ പറയുന്ന ഏതെങ്കിലും വാക്കല്ല ഞാൻ പറയുന്നത്. വളരെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാണ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ഇന്ന് രാത്രി നിങ്ങൾ ബ്ലസ് ചെയ്തിട്ട് പറ, അവൻ എന്റെ മകൻ മാത്രമല്ല, ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി കണ്ട ദൈവവൈതല. അവനിൽ ഏതെങ്കിലും ഒരു തകർച്ച ഇപ്പോൾ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ തളരരുത്. ഞാൻ പറയാം, ആത്മാവിലെ ഞാൻ ദൂത് പറയുന്നത്, പ്രിയ മാതാവേ, നീ കണ്ണുനീരുകൊണ്ട് നീ കാര്യങ്ങൾ അവസാനിപ്പിക്കരുത്. അവൻ ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിയിലുള്ള ദൈവ വൈതലാണ്. അതുകൊണ്ട് ലോകം എന്ത് വിളിച്ചോട്ടെ, പക്ഷെ എന്റെ യേശു പറയുന്നതാണ് റിയൽ എന്ന് ഇന്ന് രാത്രി സമ്മതിക്കുവാൻ തയ്യാറാകട്ടെ. വേഗത്തിൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് എന്റെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എന്റെ കൂടെ വരണേ. ഇനി സാറയെ നോക്കിക്കേ, ദ സെയിം സിറ്റുവേഷൻ. 75-ാമത്തെ വയസ്സിൽ വാക്തത്വം കേട്ടതാ. പക്ഷെ ലോകം അവളെ വിളിച്ച പേരെന്തോ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഒരു കാലം മുഴുവനും അവളുടെ പേരിന്റെ കൂടെ എന്തോ കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മച്ചി. ഡയറക്റ്റ് ആരും വിളിച്ചില്ലെങ്കിൽ ഞാൻ പറയാം, പേരിന്റെ കൂടെ ഇങ്ങനെ ഒരു അനുഭവം കൂടെ പലരും പറയുന്നുണ്ടായിരുന്നു. എന്നോട് വ്യക്തമായി കർത്താവ് പറയുന്നു, എന്റെയും നിങ്ങളുടെയും പേരിന്റെ കൂടെ സാത്താൻ ചിലത് എഴുതി വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പേരിന്റെ കൂടെ എഴുതാൻ ശ്രമിക്കുന്ന രോഗങ്ങളെയും പേരിന്റെ കൂടെ എഴുതാൻ ശ്രമിക്കുന്ന തകർച്ചകളെയും എന്റെ ദൈവം ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ വളരെ വേദനയോടെ കേട്ട ഒരു വാർത്തയും കൂടെ ഞാൻ പറയാം. നിങ്ങളിൽ പലരും ആ വാർത്ത കിട്ടും. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ന്യൂ ലൈഫ് AG പത്തനാപുരം, ആ ചർച്ചിലാണ് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അപ്പുറം സ്തോത്രം, എന്റെ വിശ്വാസിയുടെ തൊട്ടു മുമ്പിലാണ് ഇന്ന് ഒരു ആക്സിഡന്റ് നടന്നത്. മലേഷ്യയിൽ നിന്ന് ഹണിമൂൺ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് സ്തോത്രം, ഏകദേശം 6 കിലോമീറ്റർ, അവരെ വീട്ടിലേക്ക് 7 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് സ്തോത്രം, ആ 2 പ്രിയപ്പെട്ടവരും ആ 2 പിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് ഭയങ്കര സങ്കടം. രാവിലെ എന്നെ വിളിച്ചുണർത്തി ഞാൻ കേൾക്കുന്ന വാർത്ത ഈ വാർത്തയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2024 തീരുന്നതിന് മുമ്പ് ചില തകർച്ചകളുടെ പേര് നമ്മുടെ ഭവനത്തിൽ എഴുതി വെക്കാൻ ദുഷ്ട സാത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഒരു നോർമൽ പ്രയർ ചെയ്ത് അവസാനിപ്പിക്കരുത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഈ രാത്രി ദൂത് വിശ്വസിച്ചുകൊണ്ട് പറ, എന്റെ വീടിനകത്ത് പിശാചി കൊണ്ടുവരാൻ നോക്കുന്ന അനർത്ഥങ്ങൾ, എന്റെ വീടിനകത്ത് കൊണ്ടുവരാൻ പോകുന്ന തകർച്ചകൾ അനാഥമാക്കുന്ന, ഞാൻ എന്റെ അനുഭവങ്ങളൊന്ന് ചേർത്ത് ഞാൻ വേഗത്തിലൊന്ന് പറയാം. എന്റെ സ്വന്തം സ്ഥലം കുണ്ടറയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ദൈവസഭ കുണ്ട്രയിലുണ്ട്. ആ ദൈവസഭയിലെ ആദ്യകാല വിശ്വാസിയായ ഉമ്മച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന്റെ കൊച്ചുമോന ഓർത്തഡോക്സ്. അവിടുത്തെ ഒരു വലിയ പള്ളിയിൽ നിന്ന് കർത്താവ് കൃപയാ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ എന്റെ ഫാദർ മർച്ചന്റ് നേവിയിലെ ഒരു ഓഫീസർ ആയിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നല്ല ദൈവകൃപയോട് നിന്ന എന്റെ ഫാദർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് സമ്പത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ച ആ ഒരു സമയത്തെ യാത്ര എന്ന് പറയുന്നത് ലോകത്തിലേക്ക് വഴിവിട്ടുള്ള ഒരു യാത്രയായിരുന്നു. എന്റെ 13-ാമത്തെ വയസ്സിൽ എന്റെ മമ്മി മരിച്ചു. എന്റെ 15-ാമത്തെ വയസ്സിൽ എന്റെ പപ്പായി മരിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഒരു മരണം കൂടെ നടന്നു. സ്വത്ര മാർഗദർശിയായി ദേശത്ത് നിന്ന് എന്റെ വല്യപ്പച്ചനും ഇതിന്റെ ഇടയ്ക്ക് മരിച്ചു. 3 ഡെഡ് ബോഡികളാണ് 1996-ലും 98-ലും എന്റെ വീട്ടിൽ വന്നത്. ഞങ്ങളെ വിളിച്ച പേരെന്താണെന്നറിയാമോ? അനാഥർ എന്നുള്ള പേര്. 13-ാമത്തെ വയസ്സിൽ എന്റെ മമ്മി മരിച്ചു. 15-ാമത്തെ വയസ്സിൽ പപ്പായും കൂടെ പോയപ്പോഴത്തേക്ക് ലോകം ഞങ്ങളെ വിളിച്ച പേര് അനാഥർന്ന. ഞാൻ എന്താ ഇന്ന് രാത്രി പറയുന്നത്? എന്റെ വീടിനെതിരെ മദ്യപാനിയുടെ വീടെന്നും അനാഥരുടെ വീടെന്നും പിശാച് എഴുതിയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവവചനം ഉയർത്തി ഞാൻ പറയാം, സാത്താൻ എന്റെ പേരിന് നേരെ എന്തെല്ലാം പേരെഴുതിയോ സ്വർഗത്തിലെ ദൈവം അതെല്ലാം തുടച്ചു മാറ്റി എനിക്കൊരു പുതിയ പേര് തന്ന കർത്താവ് ഇന്ന് രാത്രി പറയുന്നു. ഇത് എന്റെ അനുഭവം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ യാതൊരു മാന്യതയില്ലാതിരുന്ന എന്റെ പേരിനെ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ പേരിനോട് ചേർത്ത് അറിയപ്പെടത്തക്ക രീതി ദൈവം മാന്യത തന്നെങ്കിൽ ഈ രാത്രി മൗനമായി ഇരിക്കരുത്. പേരിനോട് ചേർത്ത് ശത്രു എഴുതാൻ നോക്കുന്ന സകല പദ്ധതികളെയും ഇന്ന് രാത്രി ദൈവത്തിന്റെ സഭ പൊളിച്ചു കളയണം. എന്റെ മേലുള്ള നിയോഗം ഞാൻ പറയാം.
നമ്മുടെ പേരിന് നേരെ ശത്രു എഴുതാൻ നോക്കുന്ന രോഗങ്ങൾ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇന്ന് മാരകമായ രോഗങ്ങൾ നമ്മുടെയൊക്കെ പേരിന്റെ കൂടെ ചേർത്ത് പിശാച് എഴുതാൻ നോക്കുന്നുണ്ട്. പക്ഷെ പ്രയാസപ്പെടണ്ട. ഇന്ന് പല വീടുകളും തകർച്ചയുടെ വീടുകളായി. ബഥേലൊക്കെ, എന്നോട് ക്ഷമിക്കണം, ആരെങ്കിലും ബഥേൽ എന്നുള്ള പേര് വല്ലോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ദൈവത്തിന്റെ ഭവനം എന്നൊക്കെ പറഞ്ഞ പല വീടുകളും, ഐ എം റിയലി സോറി, അങ്ങനെ ആരും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന, റിയലി സോറി, വേറെ രീതിയിലൊന്നും എടുക്കരുതേ. ബഥേൽ, ദൈവത്തിന്റെ ഭവനം എന്ന് അറിയപ്പെട്ട പല വീടുകളും ഇന്ന് എന്തായി മാറിയെന്നറിയാമോ? സ്തോത്ര, സാത്താന്റെ സ്തോത്ര വീടുകളായി മാറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞ പല സഭകളും ഇന്ന് എങ്ങനെയുള്ള സഭകളായി മാറി? സാത്താന്യ സഭകളായി മാറി. എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പറയുന്ന വാക്കുകളൊന്നും ആർക്കും ഒരു വ്യക്തിപരമായൊരു വേദന ഉണ്ടാകരുത്. ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, നിന്റെ പേരിനോട് സാത്താൻ എഴുതാൻ നോക്കുന്ന ചില പേരുകളെ കർത്താവ് ഇന്ന് രാത്രി തുടച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ഇവളെ വിളിച്ച പേര് കേൾക്കണോ? മകളെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മകളെ. ഇന്നലെ വരെ ലോകം വിളിച്ച ഒരു പേരല്ല, പരിശുദ്ധാത്മാവ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. പരിശുദ്ധാത്മാവ് ഈ ഭാഗം എഴുതുമ്പോൾ മകളെ, ഈ മകളെ എന്നുള്ള വിളി എന്താണെന്നറിയാമോ? ആഴമേറിയ സ്നേഹത്തിന്റെ വിളിയാണ്. 2, അംഗീകരിച്ച വിളിയാണ്. അംഗീകരിച്ച വിളിയാണ്. ഞാൻ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. ഇന്ന് പരസ്പരം അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരു കാലമാണ്. പക്ഷെ ഞാനൊരു ദൂത് പറയാം, ദൈവം അംഗീകരിച്ചാൽ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും. സ്തോത്രം. ഞാൻ ഒന്നും കൂടെ പറയാം, ദൈവം ഒരു വ്യക്തിയെ അംഗീകരിച്ചാൽ പിന്നത്തേതിൽ ലോകം അവനെ അംഗീകരിക്കേണ്ടി വരും. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവളെ മകളെ എന്ന് വിളിക്കുമ്പോൾ കഴിഞ്ഞ 12 വർഷമായി ദേശം വിളിച്ചൊരു പേരുണ്ട്. ദേശം വിളിച്ചൊരു തകർച്ചയുടെ കഥയുണ്ട്. ആ കഥയെ സ്വർഗത്തിലെ ദൈവം തുടച്ചു മാറ്റിയെങ്കിൽ ഞാൻ നിയോഗത്തോട് പറയാം, ഇവിടെ ഇരിക്കുന്ന അറൗണ്ട് 20 ഡിവൈസിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പേരിന്റെ കൂടെ സാത്താൻ എഴുതി ചേർക്കാൻ പോകുന്ന ചില തകർച്ചകളെ ഈ ദിവസം കർത്താവ് തുടച്ചു മാറ്റി ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് പകരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഞാൻ വിത്തിൻ 2 മിനിറ്റ്സ് ഞാൻ കർത്താവ് ദാസം പറഞ്ഞ സമയം ഏകദേശം അവസാനിച്ചു. ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. നിന്റെ വിശ്വാസം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞ നിന്റെ വിശ്വാസം. എല്ലാവരും പറയാം, നിന്റെ വിശ്വാസം. എന്താ ഇവളുടെ വിശ്വാസം? ഞാൻ ഇവളുടെ വിശ്വാസത്തെ കുറിച്ചൊന്ന് പറയാം. ഇവളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് ആയിരുന്നു, ഒരു നോർമൽ ഫെയ്ത്ത് അല്ല. ഈ ഫെയ്ത്തിന്റെ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇവള് ഫെയ്ത്തിന്റെ 3 റെലം ഇവൾ ഓപ്പൺ ചെയ്തു. ഞാൻ ആ ഫെയ്ത്തിന്റെ 3 റെലം ഞാൻ പറയാം. ഒന്ന്, ഇവൾ ദൈവത്തിന്റെ വചനം കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വായിച്ച് കേട്ടതുപോലെയോ പ്രസംഗിച്ച് കേട്ടതുപോലെ ഒരു സംഭവം ഇവള് കേട്ടിട്ടില്ല. എന്നാൽ യേശുവിന്റെ എന്തോ കേട്ടു, വർത്തമാനം കേട്ടു. എന്തോ കേട്ടു? യേശുവിന്റെ she heard something from somebody. ആരിൽ നിന്നോ ഇവള് കേട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടി റിട്ടേൺ ബൈബിൾ ഇല്ല. ഇതേപോലെ സംവിധാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സംവിധാനത്തിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ എന്തോ ഇല്ല. ഞാൻ ഓപ്പൺലി പറയാം, എന്നോട് പിണങ്ങരുത്, ഫെയ്ത്ത് ഇല്ല. നമ്മൾ കേൾക്കുന്നു, ജസ്റ്റ് ലിസണിങ്. പക്ഷെ ഇവളിൽ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇവളിൽ എന്തുണ്ടായി? ഒരു ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്തു. ഒന്ന് സ്തോത്രം പറയാമോ ദൈവമക്കളെ? ഈ ഫെയ്ത്ത് ഇവളിൽ ഡെവലപ്പ് ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇവൾ ആദ്യം ബ്രേക്ക് ചെയ്തത് ഇവളെ തലയിൽ കയറിയ ഒരു സാധനമാണ്. ഇവൾ ആരാ? ഇവള് ന്യായപ്രമാണം പറഞ്ഞ ആരാ? അശുദ്ധ. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ തലയിൽ പിശാചി കയറ്റിവെച്ച സകല നെഗറ്റീവുകളും ദൈവവചനത്തിന്റെ വിശ്വാസത്തിൽ ബ്രേക്ക് ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്താ പിശാച് പറയുന്നത്? എന്റെ മോൻ ഇങ്ങനെയായി പോകും, എന്റെ ഭാര്യ എങ്ങനെയാ, എന്റെ ഫാമിലി ഇങ്ങനെ, എന്റെ ബിസിനസ് ഇങ്ങനെയാ, എന്റെ കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ ഇങ്ങനെ, എന്റെ ക്രിസ്ത്യൻ ലൈഫ് ഇങ്ങനെ പോകത്തുള്ളൂ, ഞാനൊരു ഫെയിലിയർ ആണെന്ന് പിശാച് നമ്മുടെ ചെവിക്കകത്ത് പറയാം. നമ്മൾ അതങ്ങ് എന്ത് ചെയ്തു? വിശ്വസിച്ചു.
പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ വചനം എന്താണോ പറയുന്നത്, ഐ ട്രൂലി ബിലീവ് ദാറ്റ്, ഈ വചനം എന്താണോ പറയുന്നത് ഞാൻ അത് വിശ്വസിക്കുന്നു. ഒരു നല്ല രാമ്യം പറയാമോ ദൈവമക്കളെ? ഇന്ന് രാത്രി കയ്യിലിരിക്കുന്ന പുസ്തകം ഈ കുട്ടിക്ക്, ഈ പെൺകുട്ടിക്ക് കിട്ടിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അവളുടെ അകത്ത് കയറിയ എല്ലാ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള സകല ഐഡിയകളെയും സ്വർഗം ബ്രേക്ക് ചെയ്ത്. ഇന്ന് രാത്രി ഞാൻ വചനം കേൾക്കുന്നവരോട് പറയാം, നമ്മുടെ അകത്ത് പിശാച് കയറ്റി വെച്ചിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യാൻ തയ്യാറായ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുക. ഒരാമേൻ പറഞ്ഞാട്ട്. ആമേൻ. അത്ഭുതം വല്ലതും നടക്കുമോ ദൈവമക്കളെ? എന്നെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇന്ന് നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെയൊക്കെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട്, ഞാൻ കർത്താവിന്റെ വചനത്താൽ എന്റെ തലമുറയെ ഞാൻ ബ്ലസ് ചെയ്യാണ്. രോഗമുണ്ടെങ്കിൽ അവിടെ കരം വെച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ അത് ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. ലോകവും പിശാചും പറയുന്നത് അത് സംഭവിക്കത്തില്ലെന്ന്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ യേശുവിന് അത് ചെയ്യാൻ കഴിയുമെന്ന്. ഞാൻ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാകണം. സ്തോത്രം. രണ്ട്, അവളുടെ അകത്ത് കയറിയ സംഭവത്തെ അവൾ ബ്രേക്ക് ചെയ്തു. രണ്ടാമത് ബ്രേക്ക് ചെയ്ത് എവിടെയാണെന്നറിയാമോ? അവളുടെ ഡോർ ബ്രേക്ക് ചെയ്തു. ഡോർ ബ്രേക്ക് ചെയ്തെന്ന് ഞാൻ പറയുമ്പോൾ ഇവളെ അടച്ചിട്ടൊരു ഡോറുണ്ട്. ദൈവമക്കളെ, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. നമ്മളെ അടച്ചിട്ട ചില മുറികളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൗൺസിലിംഗും കൂടെ ചെയ്യുന്നവരായതുകൊണ്ട് പറയാം, ഈ കൗൺസിലിങ്ങിലൊക്കെ ഈ ഒന്ന് ഇരിക്കുമ്പോഴാണ് റിയലി ചിലര് മനസ്സങ്ങോട്ട് തുറക്കും. ശരിക്കും ഞാൻ പറയാം, പലരെയും അകത്ത് പിശാച് പൂട്ടിയിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി വിശദീകരിക്കാൻ സമയമില്ല. ഇന്ന് രാത്രി എവിടെയാണോ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്, ആ പൂട്ടിയ ഡോറിനെ ബൈ ഫെയ്ത്ത് നീ പൊട്ടിച്ചു കളയണം. ഞാൻ പുറത്തു വരും. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. ഞാൻ പറയാം, റിജോയ്സ്. അവൻ ആ മിനിസ്ട്രി ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ആ പട്ടണത്തിൽ, ആ രാജ്യത്ത് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയാം, 2025 ചില കാര്യങ്ങൾക്ക് എന്നോട് ദൈവാത്മാവ് നേതൃത്വം കൊടുക്കത്തക്ക രീതിയിൽ ആ പട്ടണത്തിന്റെ റിവൈവലിനായി കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ട്, ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയാണ്? എന്റെ കർത്താവിനെ ഘോഷിപ്പാൻ, ഈ തലമുറയിൽ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന പകലാണ്, രാത്രിയാണ്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഒരു തടസ്സം, ഇവിടെ ക്രൗഡ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അവളുടെ ഡോറും പൊട്ടിച്ച് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ പുരുഷാരം. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, മനുഷ്യനെ നീ നോക്കരുത്, ബൈ ഫെയ്ത്ത് ഇന്ന് രാത്രി യേശുവിനെ തൊടാൻ തയ്യാറാകണം. സ്തോത്രം. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത വാക്യം, നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ, എല്ലാവരും പറഞ്ഞു, നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് കേവലം ഒരു രോഗസൗഖ്യത്തിന്റെ ഫെയ്ത്ത് അല്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ രക്ഷയുടെ പദ്ധതിയെയാണ് ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക. വാസ്തവത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത് രോഗമല്ലായിരുന്നു. രോഗമാണോ? പ്ലീസ് ടെൽ മീ. ഇത് രോഗമാണോ? അല്ല, ഇത് രോഗമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എന്തോ രോഗമൊന്നല്ല. രോഗം മീൻസ് രക്തസ്രാവം. പക്ഷെ എന്തോ ലാസ്റ്റ് യേശു പറഞ്ഞത് ബാധ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, ഏത് പ്രശ്നത്തിന്റെ പിന്നിലും ഒരു ദുരാത്മ വ്യാപാരമുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ആത്മീയ അധികാരം കൂടെ പ്രാപിച്ചെടുക്കാൻ കർത്താവിന് രാത്രി നമ്മെ വിളിക്കുക. അവളോട് പറയാം, ബാധയൊഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവി ഈ വചനം പറയുമ്പോൾ ഒരു വലിയ സ്വസ്ഥത നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകാൻ ആഗ്രഹിക്കുക. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ഗിവ് എ പീസ്ഫുൾ, ഒരു സമാധാനമുള്ള ഒരു ഹൃദയം കർത്താവ് ഇന്ന് രാത്രി തരാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇപ്പോൾ തന്നെ ഫ്രീ ആയി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണുകൾ അടച്ചാട്ടെ. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവം ഇന്ന് രാത്രി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത്, വേദപുസ്തകം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പുസ്തകമാണ്. ഇന്ന് ലോകത്തിൽ ആ കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കൈമാറി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ബന്ധങ്ങളെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിന്റെ വലിയൊരു കാര്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം പ്ലീസ്, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ദൈവം തന്ന ദൂതുകൾ നിങ്ങൾക്ക് കൈമാറി. ഈ രാത്രി ഒന്ന് പറഞ്ഞാൽ,
പേരിന്റെ കൂടെ ശത്രു എഴുതാൻ ശ്രമിക്കുന്ന ചില പേരുകളെ കർത്താവ് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാൻ പോകും. ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ പേരിന്റെ കൂടെ സാത്താൻ എഴുതാൻ നോക്കുന്ന ചില തകർച്ചയുടെ പേര് 2024 അവൻ പലതും എഴുതി. എന്നോട് കർത്താവ് പറയുന്നു, ഞാൻ അനുവദിക്കത്തില്ല. ഈ 2024 ലാസ്റ്റ് മിനിറ്റിൽ കർത്താവിന്റെ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിങ്ങളുടെ പേരിന്റെ കൂടെ ചിലതും കൂടെ കർത്താവിന് എഴുതാൻ പദ്ധതിയുണ്ട്. ഒന്ന് റിസീവ് ചെയ്താട്ടെ, ഒന്നും കൂടെ റിസീവ് ചെയ്താട്ടെ. കർത്താവിന് അത് തകർച്ചയുടെ കഥയല്ല, ആത്മാവിന്റെ സ്തോത്രം, ദൈവ പ്രവൃത്തിയുടെ സ്റ്റോറി ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് എഴുതാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം എന്നെ ഓർക്കും. എനിക്ക് നന്നായിട്ടറിയാം എന്നെ നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇത് ദൈവത്തിന്റെ വാക്കാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ അകത്ത് കയറിയ പലതുകൊണ്ട് ഞങ്ങൾ ഇതാണെന്ന് ലോകം ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഞങ്ങളെക്കുറിച്ച് പറയുന്നത് വ്യത്യസ്തമാണ്. ഇന്ന് രാത്രി ഈ വചനം കേട്ട സകല ദൈവമക്കളുടെ മേലും ഒരു വലിയ സ്വസ്ഥത വ്യാപരിക്കട്ടെ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. ഇന്ന് രാത്രി ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾക്ക് മുറിഞ്ഞുപോയ സകല ബന്ധങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന ഒരു അത്ഭുത ശുശ്രൂഷ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ അങ്ങ് ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് തന്ന കൃപയ്ക്കത്തോടെ ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ഇത് അങ്ങയുടെ വാക്കാണ്. അടിയനോട് സംസാരിച്ച വാക്കുകൾ ഈ ജനത്തിന് കൈമാറുമ്പോൾ അതിന്റെ പിന്നിലുള്ള സകല പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ജനത്തെ ഒരിക്കൽ കൂടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. പാസ്റ്ററേയും തന്റെ കുടുംബത്തെയും തലമുറകളെയും ഈ മിനിസ്ട്രിയുമായി ചേർന്ന് നിൽക്കുന്ന സകല കുടുംബങ്ങളെയും ഈ വചനം ചൊല്ലി ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഇത്രത്തോളം സമയം എന്നെ കേട്ട ദൈവമക്കളോടും പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.